കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ കൂടുതൽ 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 ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി. കിരീടത്തിന്മേൽ 4 തിരുമുടിമാലകൾ, 2 വലിയ വനമാലകൾ എല്ലാം ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. അവർക്ക് സന്തോഷത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നു. ഇന്ന് അക്ഷയ തൃതീയാണ്. കണ്ണന് കൂടുതലൊരു സന്തോഷമുണ്ട്. കണ്ണന് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ബലരാമേട്ടൻ്റെ ജന്മദിനം കൂടിയാണ്. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ചാലോ? ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. നല്ലപോലെ വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക. ആ കണ്ണൻ ആ സ്നേഹം മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം 10 മടങ്ങ് ഇരട്ടിയായിട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരിക്കും. നമുക്കൊരു മുത്തം തരും. പിന്നെ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പം എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അതുമാത്രം പോരാ, നമ്മുടെ വരും തലമുറകൾക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കണം. ഈ ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ നാമത്രയ മന്ത്രം ജപിക്കാൻ, ഉപാസിക്കാൻ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.